മലയാളി മനസ്സിനെ നർമ്മം കൊണ്ട് കയ്യിലെടുത്ത കോംബോ. 90കളിൽ മോളിവുഡിൻ്റെ ഐഡന്റിറ്റിയായ സംവിധായക നായക കൂട്ടുകെട്ട്. 42 വർഷങ്ങൾക്ക് മുൻപ് പൂച്ചക്കൊരു മുക്കുത്തിയിൽ തുടങ്ങിയ മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷൻ ഇക്കാലയളവിനിടെ 30ലധികം സിനിമകളാണ് മലയാളിക്ക് സമ്മാനിച്ചത്. സത്യനന്ദിക്കാട് മോഹൻലാൽ ടീം ഫീൽ ഗുഡിൽ പൊതിഞ്ഞ കോമഡി തന്നപ്പോൾ പ്രിയൻ്റെ സിനിമകൾ ഓഫർ ചെയ്തത് ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണായിരുന്നു. പ്രിയദർശൻ്റെ ആക്ഷനും കട്ടിനുമിടയിൽ മോഹൻലാൽ തീർത്ത വിസ്മയങ്ങൾ പലതാണ്. ഇന്നസെന്റും കുതിരവട്ടം പപ്പുവും ശ്രീനിവാസനും മാമുക്കോയും ജഗതി ശ്രീകുമാറും എല്ലാം ആ സിനിമകളുടെ പകിട്ട് കൂട്ടിയ ടൂളുകളായി. അതിനിടെ കോമഡി ഓണറിൽ നിന്ന് മാറി സീരിയസ് ആയപ്പോഴും ആ കോംബോ ഹിറ്റടിച്ചു. 5 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി ആ ഡ്രീം ടീം ഒന്നിക്കുകയാണ്. പ്രിയദർശന്റെ 100ാം സിനിമ, നായകൻ മോഹൻലാൽ. ആദ്യ സിനിമയിലെ അതേ നായകനെ വെച്ച് തന്നെ 100ാം സിനിമയും ചെയ്യുന്നുവെന്ന അത്യപൂർവ നേട്ടമാണ് പ്രിയദർശൻ സ്വന്തമാക്കുന്നത്. ഒരുപക്ഷെ ലോക സിനിമയിൽ ഇന്നേ വരെ പിറക്കാത്തൊരു വിസ്മയം. കോളേജ് കാലം മുതലുള്ള സുഹൃത്ത് ബന്ധം, സിനിമയിലേക്ക് ഒരുമിച്ച് കൈപിടിച്ച് കയറിയവർ. പ്രിയദർശൻ ആദ്യമായി തിരക്കഥയൊരുക്കിയ സിനിമയിലും മോഹൻലാൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുന്നേ തന്നെ 10ലധികം സിനിമകളിൽ ലാലേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞു. വില്ലൻ വേഷങ്ങളിൽ തുടങ്ങിയ മോഹൻലാൽ വില്ലൻ ആവേണ്ടവനല്ലെന്ന് വിശ്വസിച്ച സുഹൃത്താണ് പ്രിയദർശൻ. നായകനാകേണ്ടവനാണ് ലാൽ എന്നായിരുന്നു അന്നേ പ്രിയന്റെ വാദം. പൂച്ചക്കൊരു മുക്കുത്തി മലയാള സിനിമയിൽ കോമഡിക്കൊരു പുതുതരംഗം സൃഷ്ടിച്ചു. പിന്നീട് ആ കോംബോ അത് തുടർന്നു പോന്നു. ബോയിങ് ബോയിങ്, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, അങ്ങനെ തുടക്കകാലത്ത് തന്നെ ബോക്സ് ഓഫീസിലും ഇരുവരും തരംഗമായി. സ്ലാപ്സ്റ്റിക് കോമഡികളെ ഈസിയായി അവതരിപ്പിക്കാൻ പ്രിയദർശൻ സിനിമകൾക്കായി. മോഹൻലാലിൻ്റെ അനായാസ പ്രകടനവും കൂടി ആയപ്പോൾ തുടരെയെത്തിയ സിനിമകൾക്ക് സ്വീകാര്യത കൂടി. മോഹൻലാലിൻ്റെ സ്റ്റാർഡത്തിന് പിന്നിലുള്ള സംവിധായകരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ എക്കാലവും പ്രിയദർശൻ കാണും.